നമ്മളിനി അതിഥിയിലേക്ക് പോവുകയാണ്. ഇന്ന് അതിഥിയായി ചേരുന്നത് ഒരു സംരംഭകയാണ്. ചക്ക വിഭവങ്ങൾ, ചക്കയിൽ നിന്നും നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്ന ജെയ്മി സജി. സ്വാഗതം ജെയ്മി ലേഡീസ് ബാൻഡിലേക്ക്. വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അല്ലെ സംരംഭമൊക്കെ? അതിനെക്കുറിച്ച് പറയൂ. ഇപ്പൊ എങ്ങനെ പോകുന്നു? അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമസ്കാരം. അതെ, ജെയ്മി എങ്ങനെയുണ്ട്? ഇപ്പോ എങ്ങനെ പോകുന്നു? ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു എന്നാ ഞാൻ ചോദിച്ചേ. ബിസിനസ് നല്ല രീതിയിൽ പോകുന്നു. എന്നെ അറിയാമായിരിക്കും, ഞാൻ ഇതിനു മുമ്പ് ന്യൂസ് ഏറ്റിൽ ഒരു തവണ വന്നിട്ടുള്ള ആളാണ്. അതെ അതെ, തീർച്ചയായിട്ടും. അന്നത്തെ അതിനെ അപേക്ഷിച്ച് ഇപ്പൊ എങ്ങനെ പോകുന്നു ബിസിനസ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾക്ക് പരിചിതയാണ്. 2 വർഷം പിന്നിടുമ്പോൾ വളരെ വിജയകരമായി എന്റെ സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. നമ്മുടെ ഒത്തിരി സംരംഭങ്ങൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ ചെറിയ 2020 തുടങ്ങിയ ഒരു സംരംഭം 2024 ആകുമ്പോൾ അതിന്റെ ഒരുവിധം 3/4 വളർച്ചയിൽ എത്തിയതാണ് എനിക്ക് സംതൃപ്തി തോന്നുന്നത്. ഇവിടെ കർഷകർക്ക് അധിക വരുമാനം നേടിക്കൊടുക്കുന്ന രീതിയിൽ ഒത്തിരി ചക്കക്കുരുവിൽ നിന്ന് തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് ചക്കയുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും, അത് ടെൻഡർ ജാക്ക് മുതൽ തുടങ്ങിയിട്ട് ഫ്രോസൺ ഐറ്റംസ് മുഴുവൻ ചെയ്യാവുന്ന രീതിയിൽ എനിക്ക് വളർന്നു വരാൻ സാധിച്ചു. അതിനെനിക്ക് ഒത്തിരിയേറെ സഹായമായി. വാർത്തകളും എല്ലാം എനിക്ക് സഹായമായിട്ടുണ്ട്. ഇന്നിപ്പോൾ 2024 ആകുമ്പോൾ ഞാൻ ഏറ്റവും നന്നായി സന്തോഷത്തോട് നിൽക്കുന്നു. എനിക്ക് സ്ഥിരമായി ഒരു 20 പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു കോൾഡ് സ്റ്റോറേജ് കപ്പാസിറ്റി വന്ന് 25 ടണ്ണിന്റെ, അതിന്റെ ഫ്രോസൺ ഐറ്റംസ് മുഴുവൻ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് സംവിധാനങ്ങൾ വന്നു. അതുപോലെ ജാക്ക് ഫ്രൂട്ടിന്റെ, നമ്മുടെ ബനാനയുടെ വാക്വം ഫ്രൈഡ് ചിപ്സുകൾ വരാൻ തുടങ്ങി. അതെല്ലാം ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വലിയ സന്തോഷമാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും സന്തോഷമാണ്. ചക്കയും മാങ്ങയും ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ ചക്കക്കാലവും മാങ്ങാക്കാലവും ഒക്കെ ആണല്ലോ അല്ല. അപ്പൊ ഈ സ്റ്റോറേജ് എന്ന് പറയുന്നൊരു സംഭവം ഈ സമയത്താണോ നടക്കുന്നത്? അതെ, ഈ സ്റ്റോറേജ് സംവിധാനം, നമുക്ക് ചക്ക ഒരു സീസൺ മാത്രം കിട്ടുന്ന സാധനമാണ്. നമുക്ക് ഇവിടെ വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇഷ്ടംപോലെ ചക്കയും ചക്കക്കുരുവും എല്ലാ സാധനങ്ങളും, കപ്പയുണ്ട്, വാഴക്കയുണ്ട്. നമുക്ക് ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ കിട്ടുന്ന ഒരു ഉൽപ്പന്നം മാത്രമല്ല. ഇപ്പൊ നമുക്ക് ചക്കയും ചക്കക്കുരും മാത്രമല്ല, അത് കഴിഞ്ഞാൽ കപ്പയുടെ കാലം വന്നാൽ കപ്പ ചെയ്യാം, വാഴക്കയുടെ കാലം വന്നാൽ വാഴക്ക ചെയ്യാം, അവക്കാഡോ, സപ്പോട്ട, എല്ലാ ഫ്രൂട്ട്സും ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു കോൾഡ് സ്റ്റോറേജ് സംവിധാനം, ഫ്രീസിംഗ് യൂണിറ്റ് ആരംഭിക്കാൻ സാധിച്ചു. 25 ടൺ കപ്പാസിറ്റി ഉള്ളതാണ് അതിന്. എന്നിട്ട് നമുക്ക് ഏത് ഉൽപ്പന്നം കിട്ടിയാലും നമുക്ക് ഈ വർഷം മുഴുവൻ സ്റ്റോക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു മുടക്കം വരാതെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കാനും ആവശ്യാനുസരണം വിതരണം ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ടെൻഡർ ജാക്കിലാണ് തുടങ്ങിയിരിക്കുന്നത്. ടെൻഡർ ജാക്കിന്റെ നല്ലൊരു ഓർഡർ എനിക്ക് വിദേശത്ത് വന്നിട്ടുണ്ട്. അത് ഫ്രോസൺ ചെയ്ത ടെൻഡർ ജാക്കാണ് കൊടുക്കുന്നത്. അത് നമുക്ക് കൊടുക്കാൻ സാധിക്കാത്ത രീതിയിൽ നല്ലൊരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. അന്നേരം അത് നമുക്കിപ്പോ ഇടിഞ്ചക്കയുടെ കാലം കഴിഞ്ഞു തുടങ്ങി. എന്നാലും നമുക്ക് കിട്ടാവുന്ന അത്രയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞു, ചക്ക ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചക്കയുടെ പരിപാടികൾ തുടങ്ങി. 2 ചക്കക്കുരു മാത്രമായിരുന്നു എന്റെ പരിപാടി. ഇപ്പൊ അതെല്ലാം മുഴുവൻ ചക്കയുടെ ടെൻഡർ മുതലങ്ങ് തുടങ്ങിയാൽ ചക്കപ്പഴം ആവുന്നിടം വരെ കുരു വരെയുള്ള ഉൽപ്പന്നങ്ങളാണ് ഇപ്പൊ നമ്മൾ വിപണിയിൽ എത്തിക്കുന്നത്. ഈ നമ്മുടെ വിദേശ മാർക്കറ്റ് എങ്ങനെയാണ് ചക്കയ്ക്ക്? ചക്ക എപ്പോഴും എല്ലാവരുടെയും പ്രിയപ്പെട്ട സാധനമാണല്ലോ. അപ്പൊ നാട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും മിസ് ചെയ്യുന്ന കാര്യം ഈ ചക്കക്കാലവും മാങ്ങാക്കാലവും ഒക്കെ ആയിരിക്കുമല്ലോ. അതെ, നമുക്ക് നല്ല നൊസ്റ്റാൾജി തോന്നുന്ന രീതിയിൽ ചക്കപ്പഴമാണേലും പച്ചച്ചക്കയാണേലും ലൈവായിട്ട് നല്ല ഫ്രീസ് ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അന്നേരം തന്നെ പൊട്ടിച്ച് ഭക്ഷിക്കാവുന്ന രീതിയിലാണ് നമ്മൾ വിടുന്നത്. അന്നേരം അതിന്റെ ഉൽപ്പന്നങ്ങൾ നല്ല മാർക്കറ്റ് ഉണ്ട്. നമുക്ക് എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഇല്ലെങ്കിൽ ചെയ്യുന്ന ആളുകൾ ഒത്തിരി പേരുണ്ട്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നു, അവർ എക്സ്പോർട്ട് ചെയ്യുന്നു. നല്ല രീതിയിൽ എന്റെ സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ അവിടെ ആവശ്യം ഈ ചക്കപ്പഴത്തിനാണോ അതോ പച്ചച്ചക്കയ്ക്കാണോ? നമ്മുടെ വിദേശികൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന എന്തിനാണ്? വിദേശികൾ പ്രാമുഖ്യം. ഇപ്പൊ നമുക്ക് ഏറ്റവും നല്ല ഓർഡർ ലഭിച്ചിരിക്കുന്ന ഇടിച്ചക്കയാണ്. ഫ്രോസൺ ഐറ്റമായ ടെൻഡർ ചാക്കിനാണ് ലഭിച്ചത്. അതിനുശേഷം നമുക്ക് ലൈവായിട്ട് പുഴുക്കിനുള്ള ചക്ക, അത് അരിഞ്ഞാണ് നമ്മൾ പാക്ക് ചെയ്ത് ഫ്രീസ് ചെയ്ത് വിടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കപ്പയുണ്ട്, കപ്പയുടെ ഫ്രോസൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ വാഴയ്ക്കാണെങ്കിൽ പൗഡറുകൾ വരുന്നുണ്ട്. അതിന്റെ നമ്മുടെ വാഴക്കയുടെ പൗഡർ ഉണ്ട്. വാഴക്കയുടെ വാക്വം ഫ്രൈഡ് ചിപ്സുകൾ വരുന്നുണ്ട്. അത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അതിലെ ഒരു എണ്ണയുടെ അംശമൊന്നും ഉണ്ടാവില്ല, ടോക്സിൻ ഉണ്ടാവില്ല, നമുക്ക് ദോഷമില്ലാത്ത രീതിയിലുള്ള സംവിധാനങ്ങളാണുള്ളത്. അതുകൊണ്ട് അതിൽ വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും ഡിമാൻഡ് നമുക്ക് പച്ചച്ചക്കയും ഫ്രോസൺ ചെയ്ത് പോകുന്നതിനും പിന്നെ ചക്കക്കുരുവിന് ഡിമാൻഡുണ്ട്. അത് കറി വെക്കാൻ വേണ്ടി നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരു കൊടുക്കുന്നുണ്ട്. പിന്നെ ചക്കയും ചക്കപ്പഴമാണ് പിന്നെ പോകുന്നത്. ചക്കപ്പഴം ഉണക്കിയത് കൊണ്ട് അല്ലാതെയുള്ളത് കൊണ്ട് ഫ്രീസ് ചെയ്ത സാധനങ്ങളും ഉണ്ട്. ജെയ്മി, നമുക്ക് ഈ ചക്കയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ ചക്ക ഒരുക്കലാണ്. പണ്ടൊക്കെ കുടുംബമായിട്ടിരുന്ന് എല്ലാവരും കൂടെ കഥ പറഞ്ഞൊക്കെ ചക്ക ഒരുക്കലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ചക്ക വേവിച്ച് കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ ചക്കപ്പഴം തിന്നണമെങ്കിലോ അത് കയ്യിൽ പറ്റും. പിന്നെ നമ്മൾ ഒരുപാട് നേരം അതിന്റെ പുറകെ ഇരിക്കണം. അങ്ങനെയൊക്കെയാണല്ലോ. നമ്മുടെ നാട്ടിൽ ഈ ചക്ക ഒരുക്കി കൊടുത്താൽ വാങ്ങിക്കാൻ ആളുണ്ടോ?
ഉണ്ട്. ഞാൻ ശരിക്കും അങ്ങനെയാണ് വാങ്ങുന്നത്. ആ, അത് നമുക്ക് വീടുകളിൽ ഒന്നോ രണ്ടോ പ്രായമായവരോ പണിക്ക് പോകാൻ വയ്യാത്തവരോ ആരെങ്കിലും ഉണ്ടായിക്കോട്ടെ, അവരുടെ തോട്ടത്തിലുള്ളതോ അടുത്ത പറമ്പിൽ നിന്നാണല്ലോ രണ്ടോ മൂന്നോ ചക്ക അവർ ദിവസം രാവിലെ എടുക്കുന്നു. അത് വെട്ടി പീസാക്കി നമ്മൾക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒരു 3 മണിക്ക് മുമ്പ് തരുവാണെങ്കിൽ നമ്മൾ അതിന് നല്ലൊരു വില കൊടുത്താണ് അവർക്ക് വാങ്ങുന്നത്. അന്നേരം അത് അവർക്ക് ഒത്തിരി പേർക്ക് പണിക്ക് പോകാൻ വയ്യാത്തവർക്ക് അധിക വരുമാനം നേടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന് ചക്കക്കുരുവാണെങ്കിൽ നമ്മൾ എടുക്കുന്നുണ്ട്, ചക്കയും എടുക്കുന്നുണ്ട്. അന്നേരം അത് അവര് പീസ് ചെയ്ത് നമുക്ക് കൊണ്ടുവന്ന് തന്നാൽ മാത്രം മതി, പഴമായാലും പച്ചയായാലും. ഉം. ചക്കയുടെ എല്ലാ പാർട്സും നമ്മൾ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലെ? ചക്കക്കുരു ആണെങ്കിലും ചക്കപ്പൂഞ്ഞിലാണെങ്കിലും ചക്കമടലാണെങ്കിലും എല്ലാം, മുള്ളു വരെ എനിക്ക് തോന്നുന്നു ഉപയോഗിക്കുന്നവരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ എനിക്ക് കേൾക്കാൻ ഇനി ആഗ്രഹമുള്ള, എനിക്കെന്നല്ല പ്രേക്ഷകർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഈ മൂല്യവർദ്ധിത ഈ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് ചക്കയിൽ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുള്ളത് അതൊരു എപ്പിസോഡ് കൊണ്ട് കഴിയുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടെങ്കിലും പറയൂ, ഒന്ന് കേൾക്കട്ടെ. അതെ, ആദ്യം നമ്മൾ 2020 ഞാൻ ആരംഭിച്ചത് ചക്കക്കുരുവിന്റെ ആണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ചക്കക്കുരുവിന്റെ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് ആരംഭിച്ചത്. അങ്ങനെ ചെറിയൊരു 900 സ്ക്വയർ ഫീറ്റിൽ ആരംഭിച്ച ഒരു സംരംഭമാണ് വീടിനോട് ചേർന്ന് ചെറിയൊരു പരിപാടിയായിട്ട് തുടങ്ങി. അങ്ങനെ അത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ടപ്പുകൾ സെലക്ട് ചെയ്ത കൂട്ടത്തിൽ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പായി തിരഞ്ഞെടുക്കുകയും എനിക്ക് ഗ്രാന്റ് അനുവദിക്കുകയും ചെയ്തു. അതുപോലെ SFACയുടെ നമ്മുടെ ഒരു കേരളത്തിലുള്ള വയനാട്ടിലുള്ള ഏറ്റവും നല്ലൊരു യൂണിറ്റായി തിരഞ്ഞെടുത്തു. അതിനുശേഷം നമ്മുടെ വ്യവസായ വകുപ്പിന്റെ സ്വപ്ന പദ്ധതിയായ മിഷൻ 1000ന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചു. അതിന്റെ ഭാഗമായി നമുക്ക് അന്നേരം ഈ ചെറിയ പരിപാടി തുടങ്ങി സംരംഭം വിജയമായതോടുകൂടി AIF ലഭിക്കുകയുണ്ടായി. അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്ന് പറയും. 2 കോടി വരെ നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ എനിക്ക് 1,17,00,000 രൂപ അനുവദിക്കുകയും അതിന്റെ ഭാഗമായിട്ട് കോൾഡ് സ്റ്റോറേജ്, ഹീറ്റ് പമ്പ്, ഡ്രയർ, വാക്വം ഫ്രെഡ് ചിപ്സുകൾ, ഇനി റിട്രോട്ടിംഗ് സംവിധാനം വരുന്നുണ്ട്. നമുക്കത് റെഡി ടു ഈറ്റ് ആണ്. നമ്മളിപ്പോൾ കാണുന്നുണ്ട് സാമ്പാർ, അവിയല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ചക്കയുടെ ഉൽപ്പന്നങ്ങളായിട്ട് ചക്കപ്പുഴുക്കായാലോ ചക്കക്കുരു മാങ്ങാക്കറി ആയാലോ ഈ ചെമ്മീൻ മാങ്ങാക്കറി ആയാലോ എന്ത് സാധനമായാലും നമുക്ക് റിട്രോട്ടിംഗ് സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട്. അന്നേരം എന്ത് ഉൽപ്പന്നം ആർക്ക് വേണോ അത് നമ്മൾ ചെയ്തു കൊടുക്കാൻ സന്നദ്ധമായിട്ട് ഏത് സീസണിലും എല്ലാ ഉൽപ്പന്നങ്ങളും ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ്. ഇത് നന്നായി പോകുന്ന ഒരു സംരംഭമാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുറെ പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കർഷകർക്ക് നമുക്ക് ഒത്തിരി സഹായം ആവുന്നുണ്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയതിന്റെ പേര്. ഈ കൂടെ ഉള്ളവര് കൂടുതലും സ്ത്രീകളാണ്. നിങ്ങളുടെ ഒരു കൂട്ടായ്മയെ കുറിച്ച് ഒന്ന് പറയാമോ? വനിതാ സംരംഭമാണിത്. അതിൽ പുരുഷന്മാരാരും ഇല്ല. തൊഴിലാളികളായിട്ട് മുഴുവൻ വനിതകളാണ്. വനിതാ സംരംഭമാണ്. നമുക്ക് അതുപോലെ നമ്മുടെ പരിസരത്ത് കുറെ തൊഴിലില്ലാത്തവരുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരാണ് മുഴുവൻ. അടുത്തുനിന്ന് വരുന്നവർ തന്നെയാണ്. ഭക്ഷണം കഴിക്കാൻ പോകുന്നവരുണ്ട്, പിന്നെ കൊണ്ടുവരുന്നവരുണ്ട്. അവർക്ക് കുറെ പേർക്ക് തൊഴിലുറപ്പിന്റെ ഒക്കെ കുറെ പണികളുള്ളവരായിരുന്നു. ഇപ്പൊ ഈ ഒരു സമയത്ത് ഒരു നിശ്ചിത പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിലൊന്നും പണിയില്ല. അങ്ങനെയാകുമ്പോൾ അവർക്ക് ഒത്തിരി സഹായമായി നമ്മുടെ ഇങ്ങനെ പരിപാടി തുടങ്ങിയപ്പോൾ ഒത്തിരി വീട്ടമ്മമാർക്ക് തൊഴിൽ കൊടുക്കാവുന്നവർ. അന്നേരം അവർക്ക് ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ ഒരു തൊഴിൽ കിട്ടുന്ന രീതിയിൽ. നമ്മുടെ ഇതിൽ കാണിക്കുന്ന പോലെ ചക്കപ്പൊടി മുതൽ ചക്ക കാപ്പി വരെ, അപ്പൊ ഈ ചക്കപ്പൊടി, ചക്ക കാപ്പി, അങ്ങനെ എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ വേണം എന്ന് ആവശ്യപ്പെടുന്ന ഐറ്റം ഏതാണ്? നേരത്തെ ഇടിച്ചക്കയുടെ കാര്യം പറഞ്ഞത് ഇപ്പോൾ മറുപടി അല്ല പറഞ്ഞത്. ആദ്യമായിട്ട് ചക്കക്കുരുവിന്റെ പായസം മിക്സ് ആണ് ഞാൻ പുറത്തിറക്കിയത്. ഇൻസ്റ്റന്റ് പായസം മിക്സ് ആണ്. നമ്മള് പാലിലിടുന്നു, ഒരു 10 മിനിറ്റ് കൊണ്ട് പായസം റെഡി. ഒരു ചക്കക്കുരുവിന്റെ പായസം, ചക്കക്കുരു പായസം. അതിനുശേഷം ജാക്സീഡിന്റെ കോഫി പൗഡർ ആണ് വന്നത്. ജാക്സീഡിന്റെ കോഫി പൗഡറിന്റെ പ്രത്യേകത അതിൽ കോഫി പൗഡർ ബ്ലെൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ കോഫിയിലുള്ള കഫിന്റെ അംശം അതിൽ ഒട്ടും ഉണ്ടായാലും പ്രോട്ടീൻ സമ്പന്നമായ ഒരു കോഫിയാണത്. ആ കോഫി പൗഡറോ ജാക്സീഡ് പായസം മിക്സ് കൊണ്ടോ മാത്രം നമുക്കൊരു സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാലാണ് കഴിഞ്ഞ വർഷം മുതൽ ചക്കയുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും തുടക്കം മുതൽ തെണ്ടർജാക്ക് മുതൽ മുഴുവൻ ഉൽപ്പന്നങ്ങൾ. അതിലിപ്പോ പ്രധാനമായിട്ടും നമുക്ക് ചക്ക ഉണക്കിയത്, ചക്കയുടെ പൗഡർ, ചക്ക ചേർത്ത പുട്ടുപൊടി, അപ്പപ്പൊടി, ചക്കയുടെ പൾപ്പ്, പിന്നെ നമുക്കിടെ വാക്വം ഫ്രൈഡ് ചിപ്സുകള്, ബനാന വരുന്നുണ്ട്, കപ്പ വരുന്നുണ്ട്, പിന്നെ ജാക്ക് ഫ്രൂട്ട് വരുന്നുണ്ട്. അതിന്റെ പച്ചയുണ്ട്, പഴമുണ്ട്. അങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളും അത് ചേർത്ത ആട്ടപ്പൊടി വരുന്നുണ്ട്, ബനാന പൗഡർ വരുന്നുണ്ട്. അങ്ങനെ ചക്കയും വാഴക്കയും ആയിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇപ്പൊ ചെയ്തു വരുന്നുണ്ട്. നമുക്ക് ഈ കർഷകരെ സഹായിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ? വിപണി കണ്ടെത്താനാകാതെ ഒരുപാട് കർഷകരുണ്ട്. അപ്പൊ അവരെ സഹായിക്കാൻ പറ്റുക പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിന് സഹായിക്കാൻ പറ്റും. നമുക്ക് ഇപ്പൊ നമ്മളുടെ വയനാട്ടിലാകുമ്പോൾ ആനയുടെ ശല്യം ഉണ്ട്, കുറെ ചക്കയും ചക്കക്കുരുവൊക്കെ നമുക്ക് വന്നാലും കുറെ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുമായിരുന്നു ഇത്രയും കാലം. പക്ഷെ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയപ്പോൾ നമ്മുടെ അയൽപക്കത്തുള്ളവരാണെങ്കിലും തൊട്ടപ്പുറത്തെ പഞ്ചായത്തുകളിൽ നിന്നാണെങ്കിലും ഒത്തിരി ആളുകൾ ഇങ്ങനെ ചക്ക പറ്റുന്ന പോലെ രീതിയിൽ അവർ മുറിച്ച് പീസാക്കി ഇവിടെ കൊണ്ടുവന്ന് തന്ന് അവർക്ക് ചക്കക്കുരുവിന് 20 രൂപയും ചക്ക പീസാക്കി ചക്കപ്പഴമായാലും ചക്കയായും കൊണ്ടുവന്ന് തരുമ്പോൾ അതിന് 70 രൂപ നിരക്കിലാണ് നമുക്ക് കൊടുക്കുന്നത്. അത് നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്ന സാധനമായിരുന്നു. അത് ഇടിഞ്ചക്കയാണെങ്കിൽ നമ്മൾ കിലോയ്ക്ക് 13 രൂപയ്ക്ക് എടുത്തിട്ടാണ്
ഇപ്പം ചെയ്തേക്കണം. അന്നേരം അവർക്ക് ഒത്തിരി ആളുകൾക്ക് അതൊരു സഹായമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ജെയ്മിയുടെ ഈ ഒരു വിജയ വഴി അതിലെ സഞ്ചരിക്കാൻ ഒരുപാട് പേര് പിന്നാലെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണെന്ന് അറിയാനും പഠിക്കാനും ഒക്കെ ജെയ്മിയുടെ അടുത്തേക്ക് വരാറുണ്ടോ? വരാറുണ്ട്. ഒത്തിരി പേര് വരാറുണ്ട്. കർഷക കൂട്ടായ്മകൾ വരുന്നുണ്ട്, കൃഷിഭവനുകൾ വരുന്നുണ്ട്. കഴിഞ്ഞ മാസം തന്നെ എനിക്ക് ഒരു 150-170 പേരുണ്ടായിരുന്നു ഒറ്റ ട്രിപ്പിൽ. ഒരു ദിവസത്തിൽ തന്നെ 3 പേര് ഗ്രൂപ്പുകളായിട്ട് വന്നു പോയതുണ്ട്. അങ്ങനെ അവർക്ക് എനിക്ക് ഒത്തിരി സഹായം, ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമാണ്. സംരംഭങ്ങൾ ഒത്തിരി വളരുന്നുണ്ട്, ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രയാസകരമാണെന്ന് തോന്നുന്നു. പക്ഷെ കുറെ പരാജയങ്ങൾ വരാം, നമുക്ക് പ്രതിസന്ധികൾ വരാം. അതിനെയൊക്കെ തരണം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. പ്രതിസന്ധികൾ ഒത്തിരി നേരിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വരുന്ന ആളുകൾക്ക് ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എനിക്കുള്ള അറിവ് മുഴുവൻ ഞാൻ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. അവരോടൊപ്പം ഞാൻ പറയുന്നു, ചെറിയ സംരംഭങ്ങൾ അവനവന് പറ്റുന്ന രീതിയിൽ തുടങ്ങുക. നമുക്കൊരു അക്കൗണ്ടായി, നമുക്കൊരു വരുമാനമായി, എപ്പോഴും വീട്ടിൽ ആശ്രയിക്കാതെ ചെറിയൊരു വരുമാനം നേടാൻ എല്ലാ വീട്ടമ്മമാർക്കും സഹായിക്കും. എൻ്റെ സാധാരണ വീട്ടമ്മയിൽ നിന്നാണ് എനിക്ക് ഇത്രയും വരെ എത്താൻ സാധിച്ചതെങ്കിൽ എന്നെക്കാളും നല്ല കഴിവുകളും പ്രാപ്തിയുള്ളവരൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും സാധിക്കുന്നുള്ളതാണ്. അവർക്കെല്ലാം എൻ്റെ ഒത്തിരി അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ യൂണിറ്റിന് വേണ്ട ഒരു സംഭവം എന്താണ്? ആവശ്യം സ്ഥലമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ആണോ? ഇപ്പൊ ഒരു 20 സെന്റ് സ്ഥലത്തിൽ ഫുള്ളും ബിൽഡിംഗ് ആയി. ഇനിയിപ്പം സ്ഥല പരിമിതി മൂലമാണ്. പക്ഷെ എന്നാലും നമ്മള് എന്നോട് വീടിനോട് ചേർന്നായതുകൊണ്ട് നമ്മുടെ ബാക്കി സ്ഥലത്തേക്കൂടെ ഇച്ചിരി കൂടെ വ്യാപിച്ചെടുക്കാന്ന് എനിക്ക് തോന്നുന്നു. വലിയ പ്രതിസന്ധികളൊന്നും ഇതുവരെ നേരിട്ടിട്ടില്ല. പിന്നെ നമ്മള് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ പോകുന്നു. നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് പേര് ഇങ്ങനെ വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ടീച്ചിങ്ങും കൂടി ഉണ്ട് ഇതിന്റെ കാര്യത്തിൽ. ഇപ്പൊ എങ്ങനെ ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞു കൊടുക്കുന്നത് വഴി കുറെ ആളുകളെ കൂടി ഈ രംഗത്തേക്കൊക്കെ കൊണ്ടുവരുവാണല്ലോ, കൈപിടിച്ച്. അങ്ങനെ ഇതിലേക്ക് വന്നിട്ട് ഞങ്ങൾ വിജയിച്ചു, ഞങ്ങൾക്ക് ഇപ്പൊ സ്വന്തമായി ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ ഒരു നിമിഷം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ നമുക്ക് ഒത്തിരി പ്രതിസന്ധികളും വിഷമങ്ങളും ഉണ്ട്. ഞാൻ ചെറിയൊരു ഇതിൽ തുടങ്ങിയതാണ്. ഒരു PMEGP ലോൺ എടുത്ത് വനിതകൾക്ക് സ്വയം തൊഴിലിന്റെ ലോൺ എടുത്ത് തുടങ്ങിയതാണ്. പക്ഷെ സംരംഭം വിജയത്തോടുകൂടി നമുക്ക് ബാങ്കുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ലോൺ തരാം, സംരംഭം മുമ്പോട്ട് നന്നായി വിജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധത്തിന്റെ പുറത്താണ് ഞാൻ SBI എനിക്ക് അഗ്രി ഫണ്ട് തരുവാണ് ചെയ്തത്. 1,17,00,000 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് അനുവദിച്ചിട്ട് 5 ലക്ഷം രൂപ. അങ്ങനെ എല്ലാം കൂടിയാകുമ്പോൾ നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചു. ഞാൻ വരുന്നവരോടൊക്കെ പറയും, നമ്മളെ എവിടെയാണെങ്കിലും സഹായിക്കാൻ ഒത്തിരി ആളുകളുണ്ട്. നമുക്ക് എല്ലാ വകുപ്പുകളിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വ്യവസായ വകുപ്പിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കൃഷിഭവന്റെ ഭാഗത്തു നിന്നാണെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്. നമ്മുടെ സംരംഭം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എപ്പോഴും സഹായമായിട്ട് ആളുകൾ കൂടെയുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് സംരംഭങ്ങൾ തുടങ്ങാം. പക്ഷെ അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് നല്ല മനസ്സിന് പവർ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ജെയ്മി, എപ്പോഴും നമ്മൾ സ്ത്രീകളെന്ന് ഞാൻ പറയുന്നില്ല, ആരൊരു ബിസിനസ് തുടങ്ങാൻ പോയാലും ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും അല്ലേ. എപ്പോഴെങ്കിലുമൊക്കെ ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നിയ സമയങ്ങളുണ്ടോ എന്ന് നമ്മൾ ബിസിനസ് വലിയ വിജയമായവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ടാകും, വന്ന വഴി ഭയങ്കര മുള്ളും കല്ലും ഒക്കെ നിറഞ്ഞതായിരുന്നു എന്ന് പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും ഈ പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ടോ? മനസ്സ് കല്ലാക്കി മുന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. പ്രതിസന്ധികൾ ഒത്തിരി നേരിട്ടിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ കാലഘട്ടത്തിന്റെ ചക്കക്കുരുവിന്റെ പ്രോസസ്സിംഗ് തുടങ്ങിയ സമയത്ത് നമുക്ക് 2-3 ടൺ ചക്കക്കുരുവാണ് ഒറ്റ ദിവസം വരുന്നത്. അത് രാവിലെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം അതിന്റെ പ്രോസസ്സിംഗ് പൂർത്തിയാവണമെങ്കിൽ നമ്മൾ ഒരു 8-10 മണിക്കൂർ ചക്കക്കുരു ഡ്രയറിൽ കയറ്റി ഉണക്കുക എന്ന വലിയൊരു ചടങ്ങാണ്. അപ്പോൾ നമുക്ക് അതിന് വൈകുന്നേരം ആകുമ്പോൾ വനിതകളാണ്, അവരിൽ 5 മണിയാകുമ്പോൾ പണി കയറി പോകുന്നവരാണ്. നമുക്ക് അവര് പോയതിന് ശേഷമാണ് നമ്മൾ ഒരു ബാച്ച് ഒരു 2.5-3 കിലോ ചക്കക്കുരു ഒറ്റ ടൈമിൽ ഡ്രയറിൽ കയറ്റണം. അത് ഒരു നിശ്ചിത സമയം 8 മണിക്കൂറിൽ നമ്മൾ പുറത്തിറക്കണം. അത് പിന്നെയും നമുക്ക് അടുത്ത ബാച്ച് കയറ്റണം. എന്നാലാണ് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് ആളുകൾക്ക് പണിയെടുക്കാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ പറ്റും. അന്നേരം നമുക്കത് ഒത്തിരി പ്രതിസന്ധികൾ, അന്ന് നമ്മൾ ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഉറപ്പൊക്കെ കുറേ പോയ രാത്രികളുണ്ട് നമുക്കിത് ചെയ്യാനുള്ള. പക്ഷെ നമുക്ക് അങ്ങനെ മനസ്സോടുകൂടി ഇറങ്ങുന്നതുകൊണ്ട് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കും നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് വിജയം വരിക്കാൻ സാധിച്ചു. എല്ലാത്തിന്റെയും പുറകിൽ നല്ല കഷ്ടപ്പാടിൽ നിന്ന് തന്നെയാണ് നല്ലൊരു വിജയം കിട്ടുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രതിസന്ധികൾ ഒത്തിരി നഷ്ടങ്ങൾ നമുക്ക് വരാറുണ്ട്. നമുക്ക് അറിയാത്ത കാര്യങ്ങളാണ്. നമ്മൾ ഇന്നുവരെ ആരും നമുക്ക് ക്ലാസ് തന്നിട്ടല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അന്നേരം ഈ പ്രോസസ്സിംഗ് ഒക്കെ ആദ്യമായിട്ട് ഞാൻ തന്നെ എൻ്റെ സ്വന്തം ഐഡിയയിൽ തന്നെ ചെയ്ത് തുടങ്ങിയ കാര്യമായതുകൊണ്ട് ഒത്തിരി നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം നമ്മൾ പിടിച്ചു നിന്നുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാണ്ട് നല്ലൊരു റിസൾട്ട് ഇന്ന് സാധിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ചെയ്യുന്ന കഷ്ടപ്പാട് നമുക്ക് ഇന്ന് തന്നെ ഫലം കിട്ടിക്കൊണ്ട 2 വർഷം കഴിയുമ്പോഴായിരിക്കും 4 വർഷം കഴിയുമ്പോഴായിരിക്കും ഗുണത്തിലെത്തുക. നമ്മൾ ഈ എക്സ്പോർട്ടിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങൾ എപ്പോഴും വിദേശ വിപണിയിൽ വലിയ മാർക്കറ്റുള്ള സംഭവങ്ങളാണല്ലോ. അപ്പോൾ എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഇല്ലാന്ന് നേരത്തെ ഒന്ന് പറഞ്ഞു, അതിന് ട്രൈ ചെയ്യുന്നുണ്ടോ? എക്സ്പോർട്ടിംഗ് ലൈസൻസിന് ട്രൈ ചെയ്തിട്ടില്ല ഇതുവരെ. ചെയ്യാത്തതിന് നമുക്ക് എല്ലാ കാര്യങ്ങളും ഞാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതാണ്. എന്നിട്ട് എനിക്ക് ഇവിടെ തൊഴിലാളികളുടെ കാര്യമുണ്ട്, സാധനങ്ങളുടെ പ്രൊക്യൂർമെന്റ് ഉണ്ട്, അതിന്റെ പൈസ കൊടുക്കുന്ന കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
അതായത് ഇതിന് എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, നമ്മുടെ ആളുകൾ കൊണ്ടുപോകാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഭാരം കുറച്ച് കുറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടി എൻഗേജഡ് ആവുമല്ലോ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ എൻഗേജഡ് ആവുക, അത് പ്രൊഡക്റ്റ് ആക്കി കൊടുക്കുക, നല്ല ഉൽപ്പന്നങ്ങൾ കൊടുക്കുക, വിഷമില്ലാത്തത് കൊടുക്കുക. അന്നേരം അതിന് നമുക്ക് അത് ചെയ്യാൻ ആളുകൾ വേറെയുണ്ട്. അവർ നല്ലതാണെങ്കിൽ അവർ കൊണ്ടുപോകാൻ തയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് പരിപാടി മുമ്പോട്ട് പോകണം. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം ലൈസൻസിന്റെ കാര്യങ്ങളെ പറ്റി ഞാൻ ഓർക്കുന്നു. തീർച്ചയായിട്ടും ആലോചിക്കൂ ജെയ്മി. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ നേരത്തെ പറഞ്ഞു നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ, വിഷമയമല്ലാത്ത സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പ്രിസർവ് ചെയ്യാനായിട്ട് കുറച്ച് നാൾ നിൽക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ രാസവസ്തുക്കൾ ചേർക്കേണ്ടി വരില്ലേ? അത് വിഷമയമല്ല എന്നൊക്കെ പൂർണ്ണമായും പറയുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? നമ്മൾ വിഷമയമല്ല എന്ന് പറയുന്നത്, നമ്മളെല്ലാം ഇപ്പൊ കേരള അഗ്രോയുടെ ബ്രാൻഡിലേക്ക് ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ലാബ് ടെസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കേരള അഗ്രോ എന്നുള്ള ബ്രാൻഡ് നെയിം കിട്ടുന്നത്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്ത് അറിയിച്ചതിന് ശേഷം മാത്രമാണ്. പിന്നെ ഇന്ന് വരെ ആരും ചക്കയിലും ചക്കക്കുരുവിലും നമ്മളൊരു കെമിക്കലോ പ്രിസർവേറ്റീവോ ചേർത്ത് വളമിട്ടതായിട്ട് നമ്മൾ അറിവില്ല. ഇപ്പോഴൊക്കെയാണ് പിന്നെ ഹൈബ്രിഡ് പ്ലാവുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ കുറച്ച് വളമിടുന്നുണ്ടാവുമായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ ഇതുവരെ നമ്മൾ ചെയ്യുന്ന ഉൽപ്പന്നങ്ങളെ, ഇപ്പം ജാക്സന്റെ പ്രോസസ് ചെയ്ത പൗഡർ ആണെങ്കിൽ അത് 1 വർഷത്തേക്ക് ഞാൻ പറയുന്നു അതിന് ഒരു കേടും വരില്ല. അതിന്റെ മോശം മുഴുവൻ കളഞ്ഞിട്ടാണ് വെക്കുന്നത്. ചക്കയാണെങ്കിലും ഉണക്കി നല്ല കാറ്റുകിടക്കാത്ത രീതിയിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് ചക്കയ്ക്ക് ഒരു കേട് വരുന്നില്ല. ഇനി ടെൻഡർ ജാക്ക് ചെയ്യുമ്പോൾ അതിന്റെ കളർ മാറാതിരിക്കാൻ മാത്രമാണ് നമ്മൾ ചെറിയ സിട്രിക് സൊല്യൂഷനിൽ അത് ഇടുന്നത്. അല്ലാണ്ട് വേറെ ഒരു കെമിക്കലോ അതിന്റെ ഉള്ളിൽ പിന്നെ ബ്ലാസ്റ്റ് ചെയ്യുവാൻ നമ്മൾ -40 ഡിഗ്രിയിൽ ബ്ലാസ്റ്റ് ചെയ്യുന്ന സാധനം -80 കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ആ സാധനത്തിന് കേടുവരില്ല. അവരുടെ ഫ്രീസർ വണ്ടിയിൽ തന്നെയാണ് കണ്ടെയ്നറിലേക്ക് സാധനം പോകുന്നത്. അതുകൊണ്ട് അതിന് കംപ്ലൈന്റ് വരാൻ സാധ്യത കുറവാണ്. പിന്നെ വേറെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ റിട്ടോട്ടിക് സംവിധാനം നമുക്ക് തത്വം അറിയാമല്ലോ. നമുക്കത് ഹൈ ടെമ്പറേച്ചർ ചൂടാക്കി അപ്പോൾ തന്നെ ലോയിൽ തണുപ്പിച്ച് ചെയ്ത് വരുന്ന റൂം ടെമ്പറേച്ചറിൽ കെമിക്കലോ പ്രിസർവേറ്റീവോ ചേർക്കാതെയാണ് ആ സാധനം 1 വർഷത്തേക്ക് റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്നത്. ഇനി അങ്ങനത്തെ സംവിധാനമാണ്. പിന്നെ ചക്കവരട്ടി പോലെ ഉൽപ്പന്നങ്ങൾ ഫുഡ് ഗ്രേഡ് മാത്രമാണ് അതിൽ ചേർക്കുന്നത്. വേറെ ആ പറഞ്ഞ അളവിനല്ലാണ്ട് വേറെ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ ചേർക്കുന്നില്ല. അത് വേണ്ടാതെ ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ അത് ലാബ് ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു തരത്തിലും ദോഷമില്ലാത്ത രീതിയിലുള്ള സർട്ടിഫൈ ചെയ്ത സാധനമാണ് പുറത്തു വരുന്നത്. ഓക്കെ, ചക്കയുടെ മാത്രമല്ല കാര്യം പറഞ്ഞു, വാഴക്കയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ വാഴക്കയുടെ സംഭരണം അതൊക്കെ എങ്ങനെയാണ്, കർഷകരുമായിട്ടുള്ള ബന്ധം, ഒപ്പം ഇത് സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ആളുകൾ തന്നെയാണോ നമുക്കുള്ളത്? കുറെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നത്. സ്ഥിരമായി ഒരാളുകളെ ഏൽപ്പിക്കുക ചെയ്യുന്നത്. നമ്മൾക്ക് പരിധി കൂടുതൽ സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോസസ് ചെയ്യാൻ പാടാണ്. ഈ ഒരു നിശ്ചിത അളവിന് സാധനം ഇപ്പം ടെൻഡർ ജാക്കാണെങ്കിൽ ഒരു 10 കിൻഡിലാണ് നമുക്ക് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നത്. അതിന് ഒരാളെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് നമ്മുടെ പരിസരത്തോ ഭാഗങ്ങളിലൊക്കെ പോയി കൃത്യമായി നമ്മൾ പറയുന്ന അളവിലുള്ള സാധനം, ഏത് തരമാണോ നമ്മൾ പറയുന്നത് ആ തരത്തിലുള്ള സാധനം അവർ തന്നെ എത്തിച്ചു തരുന്നത്. ചക്കയാണേലും അങ്ങനെ തന്നെ ഒരു പരിധി കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പരമാവധി അവർ ഒരു 1 or 2 ഗ്രൂപ്പുകളെ ഏൽപ്പിക്കുകയാണ്. അതിൽ ഈ സാധനം നമുക്ക് ലൈവായിട്ട് സ്ഥിരമായി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഒരു ദിവസം കൊണ്ടുവന്നിട്ട് ദിവസിക്കുന്ന സാധനം ഉണ്ടാവില്ല. പക്ഷെ ഇത് ഒരാളെയോ 2 പേരെയോ കൃത്യമായിട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ട സാധനങ്ങൾ ആ ദിവസം തന്നെ എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അതെ, ഈ ചക്കയുടെ ഇത്രയും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെ, വാഴക്കയുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, ഇതിന്റെയൊക്കെ ഗുണം ആളുകളോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ? അങ്ങനെ വല്ല ക്ലാസ് എടുക്കാനോ ഒക്കെ മറ്റോ പോകാറുണ്ടോ? ചക്കയുടെ ഗുണങ്ങൾ, ചക്കക്കുരുവിനുള്ള അകത്തുള്ള മൂല്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? പണ്ടത്തെ പോലെയല്ല, ആളുകളെല്ലാം ബോധവാന്മാരാണ്. ചക്കക്കുരുവിന്റെ ഗുണത്തെ പറ്റി, ചക്കയുടെ ഗുണത്തെ പറ്റിയൊക്കെ അവർക്ക് കുറെ അറിവുകളായി. അതുകൊണ്ട് സാധനം അന്വേഷിച്ച് വരുന്നവരാണ് കൂടുതലുള്ളത്. നമ്മൾ പറഞ്ഞുകൊണ്ട് പോകേണ്ടി വന്നിട്ടില്ല. എനിക്ക് ഇന്ന് വരെ ഒരു 10 രൂപ വരെ പരസ്യത്തിന് വേണ്ടി മുടക്കേണ്ടി വന്നിട്ടില്ല. എനിക്ക് അല്ലാതെ കിട്ടിയ വാർത്തകളിൽ കൂടിയാണ് എന്റെ ഈ സംരംഭത്തെ പറ്റി ആളുകൾ അറിയുന്നതും പുറമേയുള്ള ആളുകൾ അന്വേഷിച്ച് ഇവിടെ എത്തുന്നതും. അതായത് നമ്മൾ വാഴയ്ക്കൊക്കെ ഇങ്ങനെ സാധാരണ കർഷകരിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അത് നമുക്ക് ബനാന പൗഡർ നമ്മൾ അത്ര നല്ല പ്യൂറായിട്ടുള്ള സാധനമാണ് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണേലും നല്ല ബോട്ടിലാക്കി നല്ല സീൽ ചെയ്ത് ഒരു കേട് വരാത്ത രീതിയിലുള്ള ഇതിലാണ് കൊടുക്കുന്നത്. ഒരു കോഫി പൗഡർ ആണെങ്കിലും അങ്ങനത്തെ ബനാന പൗഡർ ആണെങ്കിലും ജാക്ക് ഫ്രൂട്ടിന്റെ പൗഡർ ആണെങ്കിലും നല്ല കണ്ടെയ്നറുകളിലാക്കി തന്നെയാണ്, പിന്നെ നമുക്ക് രണ്ടാമത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടെയ്നറുകളിലാക്കി തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് സാധനത്തിന് ഡിമാൻഡ് ഉണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ശരി, എന്തായാലും വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അതിഥിയായി 1 വർഷം മുമ്പ് വന്നപ്പോൾ ഉള്ള ആളല്ല, ഇപ്പോൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു, വിജയകരമായിട്ട് ബിസിനസ് പോകുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇനിയും ഉണ്ടാക്കാൻ സാധിക്കട്ടെ, നല്ല വിഭവങ്ങൾ വിളമ്പാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന്. ആയിക്കോട്ടെ.